ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 27 ഒന്നാമത്തെ വായനാഭാഗം. 1 രാജാക്കന്മാർ 22. ഈ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം കൂടാണ് 22. ഒരു സാമാന്യം വലിപ്പമുള്ളൊരു അധ്യായമാണ്. 53 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. ഒരു സംഭവം, അത് ദീർഘമായി നിൽക്കുന്ന ഒരു സംഭവം. ആ സംഭവത്തെ വിശദീകരിക്കുകയും ദൈവം നേരത്തെ അരുളി ചെയ്ത കാര്യങ്ങളുടെ നിവർത്തീകരണം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത്, അരാമുമായിട്ട് യുദ്ധമുണ്ടായി. അരാമിനെ തോൽപ്പിച്ചല്ലോ ഇസ്രായേൽ. എന്നാൽ അതിനുശേഷം ഒരു 3 വർഷം ഇസ്രായേലിലും അരാമിനും തമ്മിൽ യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോശാഫാത്ത്, അല്ലാതെ അരാമ്യരാരും ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നതല്ല, യഹോശാഫാത്ത്, തെക്കേ രാജ്യമായ യഹൂദ രാജ്യത്തെ യഹോശാഫാത്ത് എന്ന രാജാവ് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാണ്, ഈ ഇസ്രായേൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറയാണ്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോശാഫാത്തിനെ കണ്ടപ്പോൾ യഹോശാഫാത്തിനോട് പറയാണ്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പാടില്ലാത്തൊരു കാര്യം. ഒന്ന്, അവിടെ അവരുമായിട്ട് അങ്ങനൊരു കൂട്ടുകെട്ടിനോ ഒരുമിച്ചുള്ളൊരു കാര്യത്തിനോ ഒന്നും പോകാൻ പാടില്ല. അവരുടെ വഴിതെറ്റിയ ജീവിതമായിട്ട് അതിന് കൂട്ടുനിൽക്കുന്ന പോലെ ആകും. അത് പാടില്ലാത്തൊരു കാര്യമാണത്. എന്നാൽ യഹോശാഫാത്ത് ഇവിടെ പറയുന്നത്, ഞാനും നീയും, എൻ്റെ ജനവും നിൻ്റെ ജനവും, എൻ്റെ കുതിരകളും നിൻ്റെ കുതിരകളും ഒരുപോലെയല്ലോ. ഇതാണ് യഹോശാഫാത്ത് പറയുന്നത്. എന്നാലും യഹോശാഫാത്ത് ഒരു കാര്യം പറയും. യഹോശാഫാത്ത് കുറച്ച് ഈ ആഹാബിനെ പോലെയല്ല. യഹോശാഫാത്ത് പറയുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഹാബ് അവിടെ 400 പ്രവാചകന്മാരെ കൂട്ടി വരുത്തി അവരോട്, ഗിലെയാദിലെ രാമത്തിലേക്ക് യുദ്ധത്തിന് പോണ്ടയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, പുറപ്പെടുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. യഹോശാഫാത്ത് പറഞ്ഞു, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ആരുമില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുത്തനുണ്ട്, മിഖായാവെന്നാണ് അവൻ്റെ പേര്. പക്ഷെ അവന് എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയത്തില്ല എന്നാണ് ഇസ്രായേൽ രാജാവ് പറയുന്നത്. പക്ഷേ യഹോശാഫാത്ത് പറഞ്ഞാൽ അങ്ങനെയല്ല, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവും യശോവ എല്ലാം രാജവസ്ത്രം ധരിച്ച അവിടെ ശമര്യയുടെ പടിവാതിൽ ഇരുന്നിട്ട് കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റേ പ്രവാചകന്മാരൊക്കെ അവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടെ കെനേയയുടെ മകനായ സിദക്കിയാവ് എന്നൊരു ഒരു പ്രവാചകനുണ്ട് അവരുടെ കൂട്ടത്തിൽ. അയാളിവിടെ ഉണ്ട്. അയാൾ പറയുകയാണ്, നീ ഗിലെയാദിലെ രാമത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാവും, യഹോവ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. മിഖായാവ് വന്നു. മിഖാവ് പറഞ്ഞ്, യഹോവൻ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് മിഖായാവ് പറഞ്ഞു. ഒരാളേ ഉള്ളൂ, അപ്പുറത്ത് 400 ഉണ്ട്, ഇപ്പുറത്തിന് മിഖായാവ് മാത്രമേ ഉള്ളൂ. മിഖായാവ് പറഞ്ഞ്, രാജാവ്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ മറ്റൊന്നും പറഞ്ഞു എത്ര പ്രാവശ്യം നിന്നോട്? അപ്പം ഇതിനിടയ്ക്ക് പറഞ്ഞു, ഗിലെയാദിലെ രാമത്തിലേക്ക് പുറപ്പെടുവേൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് തന്നെ യഹോശാഫാത്തും പറഞ്ഞു. പക്ഷെ യഹോശാഫാത്ത് ശരിയായിട്ടൊരു കാര്യം പറഞ്ഞല്ല, ഒരു കളിയാക്കുന്ന രീതിയിലാണ് അത് പറഞ്ഞത്. പക്ഷെ അത് ഇസ്രായേൽ രാജാവ് പറയുന്നത്, നീ സത്യമല്ലാതെ പറയാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സത്യമായ കാര്യം അവിടെ യഹോശാഫാത്ത് പറയുന്നത്, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവൻ എന്നെ കുറിച്ച് ഗുണമൊന്നും പറയത്തില്ല, ദോഷമേ പറയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കണ്ടോ എന്ന് ഇസ്രായേൽ രാജാവ് പറയുന്നുണ്ട്. അതിന് മിഖായാവ് പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കുക, യഹോവ തൻ്റെ സിംഹാസനം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കുന്ന ഒരു സംഭവത്തെ, ഒരു ദർശനം കണ്ടതിനെ സംബന്ധിച്ച് ഇവിടെ മിഖായാവ് അവിടെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ഒരു ദർശനം കണ്ട ദർശനം എന്ന് പറയുന്നത്,
യഹോവ തന്റെ സിംഹാസനത്തിരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കോട്ട് അവനെ 6 വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ അങ്ങനെയും ഒരുത്തൻ ഇങ്ങനെയും പറഞ്ഞു. എന്നാൽ ഒരു ആത്മാവ് മുന്നോട്ട് വന്ന് യഹോവയുടെ ആ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാലെന്ന് യഹോവ ചോദിച്ചതിന് ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. അതെ അതെ അതെ, നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും എന്ന് ദൈവം കൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട ദർശനമാണ്. അതുപോലെ തന്നെ ഈ ഇസ്രായേലിലെ രാജാവിൻ്റെ 400 പ്രവാചകന്മാരുടെ വായിൽ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്താണ്, യുദ്ധത്തിനുമ്പോൾ ആ രാജ്യം നിങ്ങൾക്ക് പിടിക്കപ്പെടും, നിങ്ങൾ അത് കൈവശമാക്കും, നിങ്ങൾ ജയിക്കും എന്നൊക്കെയാണ് അവർ ഒരേ സ്വരത്തിൽ. അപ്പോൾ ഇത് പറയുന്നത് യഹോവയുടെ ദൂതൻ്റെ അല്ലെങ്കിൽ ആ ദൂതൻ അവരുടെ വായിൽ, അവരുടെ എല്ലാവരുടെയും വായിൽ ഭോഷ്കായിട്ട് ഇരിക്കും, ഭോഷ്കായിട്ട് പ്രവർത്തിക്കും. ആ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാർ വായിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ ദൈവം വെച്ച അനർത്ഥമാണ് നിനക്കിപ്പം ഇവർ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് സിദെക്കീയാവ് കോപം വന്നു. സിദെക്കീയാവ് വന്ന് മിഖായാവിൻ്റെ ചെകിട്ടതടിക്കണം. ഞാനറിയാതെ യഹോവയുടെ ആത്മാവ് ഏത് വഴിയായിട്ട് നിന്റെ അടുക്കൽ വന്നു എന്നൊക്കെ പറയും. അപ്പോൾ മിഖായാവ് പറയും, നീ ഒളിക്കാനായിട്ട് തേടി നടക്കുന്ന ദിവസത്തിൽ നീ അത് കാണും, ഏത് വഴിയായി വന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. നീ ഈ യുദ്ധമൊക്കെ സംഭവിക്കുമ്പോൾ നിനക്ക് ഒളിച്ചിരിക്കാനുള്ള സാധനം അന്വേഷിച്ച് പോകുമല്ലോ, നീ അത് പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ മിഖായാവിനെ പിടിച്ച് ആമോന്റെയും അവിടെ കാരാഗ്രഹത്തിലാക്കി. അവിടെ ആമോന്റെയും രാജകുമാരനായ യോവാശിൻ്റെയും അടുക്കൽ കൊണ്ടുചെന്ന് കാരാഗ്രഹത്തിലാക്കി. ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് മിഖായാവിനെ കാരാഗ്രഹത്തിലാക്കുന്നു. മിഖായാവ് പറയും, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യഹോശാഫാത്തും ഇസ്രായേൽ രാജാവും കൂടെ പോയി. യഹോശാഫാത്തിനെ കൊണ്ട് ഇസ്രായേൽ രാജാവ് ഒരു സൂത്രം ചെയ്യിച്ചത്, ഒരു കാര്യം ചെയ്യ്, ഞാൻ വേഷം മാറി പടയിൽ കിടക്കാം, നീ രാജവസ്ത്രം ധരിച്ച് പടയിൽ കയറിക്കോളാൻ പറയും യഹോശാഫാത്തിനോട്. അപ്പം 2 രാജാക്കന്മാരാണ് യുദ്ധത്തിന് പോകുന്നത്. യഹോശാഫാത്ത് മാത്രം രാജവസ്ത്രം ധരിച്ചിരിക്കുന്നു, ആഹാബ് പക്ഷേ രാജവസ്ത്രം ധരിച്ചില്ല. കുറച്ചു നേരം യഹോശാഫാത്താണ് രാജാവെന്നും പറഞ്ഞ അവിടെ എതിരാളികൾ പറഞ്ഞു, ആ രാജാവിനെ മാത്രം ഉന്നം വെച്ച് നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞു. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അഹാബ് രാജാവല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ യഹോശാഫാത്തിനെ വിട്ടങ്ങ് മാറി. എന്നാൽ ആരോ ചെയ്ത ഒരു അമ്പ് ഈ ഇസ്രായേൽ രാജാവിൻ്റെ നെഞ്ചത്ത് തറച്ചു കയറുകയും രാജാവ് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്ന എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറയുകയും അപ്പോൾ ആ രഥം മുഴുവൻ രക്തമാവുകയൊക്കെ ചെയ്തു. പക്ഷേ രാജാവ് സന്ധ്യാസമയത്ത് തന്നെ മരിച്ചുപോയി. അപ്പം അതാണ് അവിടെ സംഭവിച്ചത്. ഈ അഹാബ് രാജാവ് മരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമര്യയിലേക്ക് കൊണ്ടുവന്നു. രാജാവിനെ ശമര്യയിൽ അടക്കം ചെയ്തു. രഥം ശമര്യയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. അപ്പോൾ ഇതാണ് അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട്, ആഹാബിനെ സംബന്ധിച്ചുള്ള പ്രവചനം ദൈവം പറഞ്ഞത്. അത് ഇവിടെ സംഭവിച്ചു. അത് ഏലിയ വഴിയാണ് പറയുന്നത്, അത് ഇവിടെ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. ആഹാബ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് വരും രാജാവ്. ഇന്ന് ആഹാബിൻ്റെ മകനായ അഹസ്യാവാണ് രാജാവായി മാറുന്നതിനെ സംബന്ധിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. യഹോശാഫാത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആസായുടെ മകനായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ 4-ാം ആണ്ടിലാണ് യഹൂദയിൽ രാജാവായിട്ട് മാറുന്നത്. യഹോശാഫാത്ത് രാജാവായി തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. 25 വർഷം യഹോശാഫാത്ത് യഹൂദയിൽ രാജാവായി വാണു. തൻ്റെ അപ്പനായ ആസായുടെ എല്ലാ വഴിയിലും നടന്നു, അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായി ചെയ്തു എന്നുള്ളതാണ് ഈ യഹോശാഫാത്തിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പം യഹോശാഫാത്ത് തൻ്റെ മരണവും ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ 50-ാമത്തെ വാക്യത്തിൽ യഹോശാഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം
അവിടെ പുതിയ രാജാവായിട്ട് മാറുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമരിയിൽ ഇസ്രായേലിന് രാജാവായി. അപ്പം അഹാബിന്റെ മകനായ അഹസ്യാവ് രാജാവാകുന്നു. യഹോശാഫാത്ത് രാജാവായിട്ട് 17 വർഷം കഴിയുമ്പോഴാണ് രാജാവാകുന്നത്. അപ്പോൾ അത് തുടർന്നുള്ള രാജാക്കന്മാർ സംഭവിച്ചതുപോലെ തന്നെ അയാളും തൻ്റെ അപ്പൻ്റെ വഴിയിൽ, അഹാബിൻ്റെ വഴി തന്നെ അയാളും നടക്കുന്നതാണ്. ഇവിടെയും പറയുന്നുണ്ട്, പാപം ചെയ്യിച്ച ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ വഴിയിലും. ഇത് നമ്മൾ പലപ്പോഴും കാണാം. ഈ നെബാത്തിന്റെ മകനായ യൊരോബാം അത്ര കണ്ട് ആദ്യത്തെ രാജാവാണ്. വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ ആദ്യം മുതൽ ഈ ദൈവമായിട്ട് ചേർന്നിരുന്ന ജനത്തെ തെറ്റിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കീ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് യൊരോബയാം, നെബാത്തിന്റെ മകനായ യൊരോബയാം. ഇത് വീണ്ടും വീണ്ടും പല വായനാ സമയത്തും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ പറ്റും. അവൻ ബാലിനെ സേവിച്ചു, നമസ്കരിച്ചു, തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്നാണ് നമ്മൾ വായിച്ച് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം. നേരത്തെ പല ദേശങ്ങളെ കുറിച്ചുള്ള പ്രവചനം അല്ലെങ്കിൽ പ്രവാചകം പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി ഈ 49-ാം അധ്യായത്തിൽ ഒരു ദേശത്തെക്കുറിച്ച് മാത്രമല്ല, അമ്മോന്യരെ കുറിച്ചും ഏദോമ്യരെ കുറിച്ചും അതുപോലെ ദമ്മേശെക്കിനെ കുറിച്ചും ഒക്കെ, ഏദോം പറയാൻ പറഞ്ഞല്ലോ, ഏദോമിനെ കുറിച്ചും, അങ്ങനെ 3 ദേശത്തെ സംബന്ധിച്ചുകൂടെ ഉള്ള പ്രവചനം ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്നാമത് വായിക്കുന്നത് അമ്മോന്യരെ കുറിച്ചാണ്. അമ്മോന്യര് അവിടെ ഒരു കാര്യം, മൽക്കോം ഗാദിനെ കൈവശമാക്കി എന്ന് വായിക്കുന്നുണ്ട്. മൽക്കോം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദേവനാണ്, അമ്മോന്യരുടെ ദേവനാണ് മൽക്കോം. ആ മൽക്കോം ഗാദിനെ കൈവശമാക്കി, ഗാദിലെ ആൾക്കാരെല്ലാം ഈ മൽക്കോമിനെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ രബ്ബായെ കുറിച്ച്, രബ്ബ എന്ന പട്ടണത്തെ കുറിച്ച് അവിടെ പറയുന്ന അമ്മോന്യർ രബ്ബ, അവിടെ ആർപ്പുവിളി, യുദ്ധത്തിന്റെ ആർപ്പുവിളി കേൾക്കുന്ന കാലം വരുന്നുണ്ട്. പിന്നെ ഹെശ്ബോനെ മുറയിടുക, ഹായ് ശൂന്യമായിരിക്കുന്നുവല്ലോ, രബ്ബായുടെ പുത്രി നഗരങ്ങളെ നിലവിളിച്ച് രട്ടെടുത്തുകൊള്ളുവിൻ. അവർക്ക് വരാനിരിക്കുന്ന ഒരു നാശത്തെ സംബന്ധിച്ച് ആണ് പറയുന്നത്. നീ താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതിന് നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ നിന്റെ ചുറ്റുമുള്ള എല്ലാവരാലും ഞാൻ നിനക്ക് ഭയം വരുത്തും. പക്ഷെ അമ്മോന്യർക്ക് ഒരു ആശ്വാസമുള്ളത് അതിൻ്റെ അവസാനം പറയും, എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന് ദൈവം പറയുകയാണ്. അമ്മോന്യർക്ക് വരാനിരിക്കുന്ന നാശമെല്ലാം പറഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് ഏദോമിനെ കുറിച്ച്, ഏദോം എന്ന് പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ ഏശാവിന്റെ വംശപാരമ്പര്യത്തിലുള്ളവരാണ് ഏദോമ്യർ. അപ്പോൾ ഏദോമ്യരെ സംബന്ധിച്ചാണ് പറയുന്നത്. അവിടെ തേമാന്, ദദാന്, ബൊസ്ര, കുറച്ച് സ്ഥലങ്ങളാണ് ആ പ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാന സ്ഥലങ്ങളായതുകൊണ്ട് ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതിനൊക്കെ സ്തംഭനം വരും, അതിന് നാശം വരും എന്നൊക്കെ പറയാം. അവിടുത്തെ ആൾക്കാർ ഓടിപ്പൊക്കോളാൻ പറയാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. എന്നിട്ട് എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ. അപ്പം നമുക്കറിയാം, അന്ന് ഇവർക്ക് അവകാശമായി കൊടുക്കുമ്പോൾ സെയീർ പർവ്വതമാണ് അവർക്ക് അവകാശമായി കൊടുക്കുന്നത്. സെയീർ പർവ്വതത്തിലാണ് അവർ വസിച്ചിരുന്നത്, വലിയൊരു പർവ്വതം. അതിനെ വെച്ചിട്ടാണ് പറയുന്നത്, നീ പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന് പറയാണ്. നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാൻ, നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കും എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അവിടെ പറയുകയാണ്. സോദോമിന്റെയും ഗോമോറയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെ ഉന്മൂലനാശം പോലെ അവിടെയും ആരും പാർക്കുകയില്ല നിങ്ങളുടെ ദേശത്തും എന്ന് പറഞ്ഞാണ് അവരെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഞാൻ അതിനെ നിയമിക്കും. എന്നിട്ട് പറഞ്ഞ, എനിക്ക് സമനായവനാർ, എനിക്ക് നേരം കുറിക്കുന്നവനാർ, എൻ്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയനാർ. അത് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് സമനായൊരു ഇനി ഇല്ലെന്നുള്ളതാണ്. എനിക്ക് ഉപദേശിച്ചു തരുന്ന, എൻ്റെ കാര്യങ്ങൾ ഉപദേശിച്ചു തരാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല. ഞാൻ ഇതെല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ആളാണ്. പക്ഷേ ലോകത്ത് ക്രിസ്തീയ സമൂഹങ്ങളിൽ പലതും ദൈവത്തിന് സമനായ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ വചനത്തിൽ ഒരു സ്ഥലത്തും യഹോവയ്ക്ക് സമനായ, ദൈവമായ കർത്താവിന് സമനായ ഒരുവനെ കാണാൻ
എഴുത്തുകളിലെങ്കിൽ നമുക്ക് കാണാനൊക്കത്തില്ല. ഈ പുസ്തകത്തിലില്ലാത്ത എഴുത്തുകളിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവം പറയുന്നത് ഞാനല്ല, മറ്റൊരുത്തനില്ല, എനിക്ക് മറ്റൊരുത്തനെ അറിയത്തില്ല എന്നൊക്കെ യെശയ്യാ പ്രവാചകന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ലോകം പറയുന്നത്, ചില സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹങ്ങൾ പറയുന്നത് അങ്ങനെ ദൈവത്തിന് സമനായവൻ ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അത് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അവസാനം ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. അപ്പോൾ അവരും താഴും മനസാന്തരപ്പെടും എന്ന് തന്നെയാണ് അവരെക്കുറിച്ച് പറയുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ദമ്മേശെക്കിനെ കുറിച്ചുള്ള അരുളപ്പാട്, അവിടെ ഹമ്മാത്ത്, അർപ്പാദ് അവരൊക്കെ ദോഷവർത്തമാനം കേട്ടുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. അപ്പം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജയിച്ചെടുക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട്, അവിടെ അങ്ങനെ കുറിച്ചൊരു അരുളപ്പാടും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദമ്മേശെക്കിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, ദമ്മേശെക്കിനെ കുറിച്ച് അതിലെ യൗവനക്കാർ അതിൻ്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അതിൽ നശിച്ചു പോവുകയും ചെയ്യും എന്ന്, ദമ്മേശെക്കിൻ്റെ മതിലുകൾക്ക് തീ വയ്ക്കും, അത് ബെൻഹദദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ബെൻഹദദ് അവിടുത്തെ രാജാവാണ്, ദഹിപ്പിച്ചു കളയും. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ജയിച്ചെടുക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാടാണ് പിന്നെ കാണുന്നത്. കേദാരിൽ ചെന്ന് കിഴക്കിനെ നശിപ്പിച്ചു കളവിൻ, അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപഹരിക്കും, അവർ തിരശ്ശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്ന് അവർ അവരോട് വിളിച്ചു പറയും, ഹാസോർ നിവാസികൾ ഓടിപ്പോകുവിൻ. ഇതൊക്കെയാണ് അവിടെ സംബന്ധിച്ച് പറയുന്നത്. എന്നിട്ട് അവിടെ തലയുടെ അരികു വടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിഹ്നിച്ചു കളയും, ഞാൻ പുറത്തു നിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും. ഹാസോർ കുറുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവുമായിത്തീരും, ആരും അവിടെ പാർക്കുകയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളെ, ദേശങ്ങളെ സംബന്ധിച്ചുള്ള പ്രവാചകമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒരു ദേശത്തിനെ കുറിച്ചുള്ള പ്രവചനം കൂടെ ഇവിടെ ഉണ്ട്. അത് ഏലാമിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അവിടെ യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ എന്ന് പറയുമ്പം അവസാനത്തെ രാജാവ്, യഹൂദയിലെ അവസാനത്തെ രാജാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ഏലാമിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ അരുളപ്പാടുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ ഏലാമിനെ കുറിച്ചുള്ള അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അത് വായിക്കും, ഞാൻ ഏലാമിൻ്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഏലാമിൻ്റെ നേരെ ആകാശത്തിൻ്റെ 4 ദിക്കിൽ നിന്നും ഞാൻ കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. അവിടെ വായിക്കുന്നത് ഏലാമിൻ്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഒരു ദേശവും ഉണ്ടായിരിക്കില്ലെന്ന്. ഈ ഏലാം എന്ന് പറയുന്ന ഇറാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇറാനെ കുറിച്ച് പറയുകയാണ്. അതിനെ ഞാൻ ഇന്നത്തെ ഇറാൻ, അവരെ ആ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടല്ലോ. അപ്പോൾ ലോകത്തെല്ലായിടത്തും അവരെ ചിതറിച്ച് കളയുമെന്നാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പം ഇറാനിൽ നിന്ന് വന്നവരാണ് ആര്യന്മാരെന്ന് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്. അപ്പം ആര്യന്മാർ ഇവിടെ വന്ന് അപ്പോൾ അവരുടെ ജീവിത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാക്കി. അപ്പം അങ്ങനെ ഒരു ആര്യ സമൂഹം ഇന്ത്യയിൽ വളർന്നു വന്ന് അവരാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ജാതിക്കാർ എന്ന് പറയുന്ന വിഭാഗം, നോർത്ത് ഇന്ത്യ ഭാഗങ്ങൾ, വടക്കേ രാജ്യത്ത്. മാത്രമല്ല അവിടെ നിന്ന് തെക്കോട്ടവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ അവർ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ ദേശക്കാരല്ല. പക്ഷെ അവർ അവിടുന്ന് വന്നവരുടെ പിന്തുടർച്ചയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന അവരുടെ അതിലുള്ള ഉന്നത കുലത്തിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതും ദൈവം അവരെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ ചിതറിച്ച് കളഞ്ഞ സ്ഥലത്ത് നിന്ന് അവർ നമ്മുടെ ദേശത്തും അവർ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ദൈവം, നമ്മളിപ്പോൾ ഒരു ബൈബിൾ പരിശോധിച്ചാൽ ഒട്ടുമിക്ക ലോകത്തിൻ്റെ എല്ലാ സംഭവഗതികളും നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അത് യഹൂദന്മാർ ലോകത്തെല്ലാ ഭാഗത്തും ചിതറിച്ച് കളയുന്നതിനെ സംബന്ധിച്ചും അവിടെ നിന്ന് അവരെ കൂട്ടിവരുത്തുന്നതിനെ സംബന്ധിച്ചും വടക്ക് ഗോഗ് മാഗോഗ് പ്രദേശങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് കൂട്ടി വായിക്കുമ്പോൾ ദൈവം ഇതെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ഈ ഏലാമിൻ്റെ സംബന്ധിച്ച് ഒരാശ്വാസം അതിൻ്റെ അവസാനം പറയുന്നത് ഏലാമിൻ്റെ പ്രവാസം മാറ്റും ഒടുക്കം എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. അങ്ങനെയാണ് ഈ 49-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-9 അധ്യായങ്ങൾ. ഇതിൽ 8-ാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം
എഴുതിയിരിക്കുന്നത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ 6ഉം 5ഉം ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അത് പൗലോസ് അപ്പോസ്തലൻ അസന്നിഗ്ധമായി പറയുകയാണ്. പിന്നീട് പറയുന്നത് യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നതിനൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയം വന്നതുകൊണ്ടാണ്. അപ്പോൾ വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ, വിഗ്രഹം എന്ന് പറഞ്ഞത് ദൈവമാണ്, ആ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിന് അങ്ങനൊരു ദൈവം ഇല്ലല്ലോ എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. ഇപ്പോൾ എവിടെ കൊണ്ടുവച്ചാലും, ഏത് കല്ലിൻ്റെയോ മണ്ണിൻ്റെയോ മുമ്പിൽ കൊണ്ടുവച്ചാലും അത് ദൈവമല്ലല്ലോ. അപ്പോൾ ദൈവമല്ലാത്തതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചതിനെ സംബന്ധിച്ച് നമുക്കെന്ത് വിഷയം എന്നുള്ളതാണ്. അതുകൊണ്ട് വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു എന്നാണ്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലും അവന് ദൈവം അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിഗ്രഹം എന്ന് പറയുന്നതനുസരിച്ച് അവിടെ കൊണ്ട് എന്തെങ്കിലും നിവേദിച്ചാൽ അതിന് നമുക്ക് ദൈവം എന്ന് പറയുന്നത് നമുക്ക് ഏകദൈവമല്ലാതെ വേറെ ദൈവമില്ലല്ലോ. അപ്പോൾ പിന്നെ ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ, ഏത് പൂജാവിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ പൂജ്യനായ ശക്തൻ്റെ മുമ്പിലാണ് ഇത് കൊണ്ടുവച്ചെന്നാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ട് അത് വെറും ആഹാരം മാത്രമായി തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ അവിടെ വെക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കലാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നീ അറിവുണ്ട്, നീ ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമേ അതിനകത്തുള്ളൂ. അത് നീ അറിവുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ അറിവുള്ളവനായി നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിരിക്കുന്ന ഒരുത്തൻ കണ്ടിട്ട് അവൻ ബലഹീനനാണെങ്കിൽ, അയ്യോ ആ കോവിലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മനസ്സ് ക്ഷീണിക്കാൻ തക്കവണ്ണം, അവർക്ക് വിഷമം ഉണ്ടാകാൻ തക്കവണ്ണം നീ അത് ചെയ്യരുതെന്നാണ്. അപ്പോൾ അവരും അതെന്തോ നല്ല കാര്യമായിട്ട് തിന്നാൻ ശ്രമിക്കും എന്നാണ്. അപ്പോൾ അത് ഒരു സഹോദരനെ ചെയ്യുന്നത് അറിവുകൊണ്ടാണ്, അതിൽ കാര്യമില്ല എന്നും പറഞ്ഞാണ് ചെയ്യുന്നത്. എന്നാൽ വേറൊരു സഹോദരനെ സഹോദരി കാണുമ്പോൾ അവിടെ എന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞവർ ചെയ്യാനിടയായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുള്ള ഓരോരുത്തർക്കുമായിരിക്കും. അങ്ങനെ അവിടെ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നതിനിടയാകും. അതുകൊണ്ട് അവസാനത്തെ വാക്യത്തിൽ പറയും, എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരും, ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടത് ഞാൻ ഒരു നാളും അവിടെ മാംസം തിന്നുകയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. വിഗ്രഹാർപ്പണം തിന്നുകയില്ല എന്ന് നമ്മൾ വായിച്ചാലും അത് കൃത്യമാകും. അപ്പോൾ ഈ വിഗ്രഹാർപ്പിതം എന്ന് പറയുന്നത് മാംസം കൂടെ മാംസം ഉള്ളതാണല്ലോ. യാഗങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ സംഗതി ആണല്ലോ ഈ കഴിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് മാംസം തിന്നുകയില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. മാംസം തിന്നുകയില്ല എന്നുള്ള ആശയത്തിലല്ല, ഞാൻ ഇത്തിരി ഇറച്ചി കൂട്ടാൻ വെച്ച് കഴിച്ചു എന്ന അർത്ഥത്തിലല്ല അത്, മറിച്ച് ഈ വിഗ്രഹാർപ്പണത്തെ സംബന്ധിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നുണ്ട്. പൗലോസ് എന്ന് പറയുന്ന ആൾ അപ്പോസ്തലനല്ലല്ലോ. അപ്പോൾ പൊതുവേ അവരുടെ ഇടയിൽ ഈ അപ്പോസ്തലനെ അല്ലെങ്കിൽ ഈ സുവിശേഷത്തെ ഒക്കെ കുറ്റം വിധിക്കാൻ ഈ ഉള്ള ആൾക്കാരൊക്കെ അവിടെ നുഴഞ്ഞു കയറും. അത് മിക്കവാറും യഹൂദന്മാർ തന്നെയാണ്. യഹൂദന്മാർക്കാണല്ലോ ഈ ഉപദേശത്തോട് ഏറ്റവും വിരോധം. ഇവിടെ അപ്പോസ്തലനല്ല, ആ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ല എന്നുള്ളതാണ് പൗലോസിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ലെന്ന് വരികില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നുവല്ലോ, കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് തീർക്കുന്നത്. കായ്ഫലമുള്ള വൃക്ഷത്തിൽ കല്ലേറുള്ളൂ എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, സുവിശേഷത്തിൽ, ദൈവത്തിൻ്റെ ഉപദേശത്തിൽ ഏറ്റവും ഫലം കായ്ച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ പൗലോസിന്
കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് വിശ്വാസം പടർന്നു കയറുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് വളരെ ശക്തമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, യഹൂദന്മാർ പൗലോസ് അപ്പോസ്തലനെ കൊല്ലാനോ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ തല്ലാനോ ഒക്കെ ആലോചിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അത് അവരുടെ സ്വഭാവമാണ്. അത് തന്നെ ഇവിടെ സ്വഭാവത്തിലൂടെ അതിൻ്റെ കൂടെയാണ് പൗലോസ് അപ്പോസ്തലനല്ല എന്ന ആരോപണങ്ങൾ. അപ്പോൾ എങ്ങനെയൊക്കെ തളർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ തളർത്താനുള്ള ശ്രമം നടത്തുകയാണ്. എന്നിട്ട് അവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലേ? ശേഷം അപ്പോസ്തലന്മാർ ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയോട് സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അവർക്ക് ഭാര്യയോട് കൂടി സഞ്ചരിക്കുന്നു, ഞാൻ അതും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു കൊരിന്ത്യ സഭയിലായിരിക്കണം ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യർക്ക് അങ്ങനെ എഴുത്തെഴുതിയത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വേറൊരു കാര്യം പറയുന്നത് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതാണ് മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് പറയുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ പുസ്തകത്തിലൊരു കോട്ടാണ്, മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടും. മുഖക്കൊട്ട കെട്ടിയാൽ അതിന് ആ മരിക്കുന്നതിൽ നിന്ന് തിന്നാനൊക്കത്തില്ല. അപ്പോൾ അത് തിന്നാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തുണ്ട്. അതിപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം തേങ്ങയോ കൊപ്രയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ അതിൽ നിന്നാണ് എടുക്കും, വേറെ തേങ്ങ മേടിക്കാൻ പോകില്ല. അതുപോലെ ആ കൊപ്ര വിറ്റ പണം കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് അവരുടെ മറ്റ് ആഹാര സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ഇവിടെ സുവിശേഷത്തിലും പ്രവർത്തിക്കുന്നവർ സുവിശേഷത്തിൽ നിന്ന് അവർക്ക് അതിൽ നിന്ന് ഉപജീവനം ചെയ്യാമെന്നുള്ള അനുവാദമാണ് കൊടുക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതൊന്നും പ്രയോഗിച്ചിട്ടുള്ള കാര്യമല്ല, പ്രയോഗിച്ചിട്ടില്ല. അതായത് മറ്റുള്ളവരിൽ നിന്ന് പണം കിട്ടിയിട്ട് എനിക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വ്യക്തമാക്കാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നുണ്ട്. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്കാണ് കഷ്ടം, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം നടത്തുന്നതാണ്. അങ്ങനെ മനഃപൂർവ്വം നടത്താൻ തക്കവണ്ണം എന്നിൽ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു എന്നെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഭാഗത്ത് നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്താറില്ല. കൂടാരപ്പണി അക്വിലാസനും പ്രിസ്കായോടും ചേർന്ന് ആ കുടുംബത്തോട് ചേർന്ന് അവർക്കും കൂടാരപ്പണിയായിരുന്നു. അവരെ പരിചയപ്പെട്ടപ്പോൾ മുതൽ അവരുടെ കൂടെ കൂടാരപ്പണി ചെയ്തിരുന്നു. അപ്പോൾ കൂടാരപ്പണി ചെയ്ത് തനിക്കും കൂടെയുള്ളവർക്കും അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കി അതിൽ നിന്ന് ഉപജീവിച്ച ഒരു പൗലോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ നമ്മളും അങ്ങനെ ഒരു മാതൃക സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ പറയുന്നത്. പക്ഷേ അല്ലാതെ അനുവാദവും തരുന്നുണ്ട്. അത് ആ ഇത് വെച്ചിട്ടാണ് ഇന്ന് എല്ലാവരും പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വരുന്നവർ, ഇവാഞ്ചലിസ്റ്റുമാർ, ഇവരൊക്കെ ഇതിൽ നിന്ന് തന്നെ അവർക്ക് വേറൊരു വരുമാനമില്ല, ഒരു ജോലിയില്ല, അവർക്ക് ഒരു ബിസിനസ്സില്ല. അവരെല്ലാവരും ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞ പോലെ അവർ രാഷ്ട്രീയക്കാർക്ക് മറ്റുള്ള ലോകരാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയാൽ അവർക്കൊക്കെ ഓരോ ജോലിയുണ്ട്, വരുമാനം, അവർക്ക് ആഹാരം കഴിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ തൊഴിലുണ്ട്. തൊഴിലിനോടൊപ്പമാണ് അവരൊക്കെ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ മേയർമാരായിരിക്കുന്നത് ഒക്കെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ലോ. ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ പണി. പക്ഷെ അല്ലാതെ ഉള്ള ബിസിനസ്സുകാർ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. വലിയ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ബിസിനസ്സുകളാണ്. ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാരായവരല്ല, അല്ലെങ്കിൽ പഠിച്ചവർ രാഷ്ട്രീയക്കാരായവരല്ല. ഒട്ടുമിക്ക എല്ലാവരും ബിസിനസ്സിൽ വന്ന് അതിൻ്റെ മറപിടിച്ച് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് തന്നെ അവർ വൈക്കോലിന് കെട്ടാനുള്ള കയറ് ഉണ്ടാക്കിയവരാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ അതിൽ നിന്ന് ചെയ്യാൻ അനുവാദമുണ്ട്. സുവിശേഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ദൈവവേലയിൽ നിന്ന് അവർക്ക് ആഹാരവും ഭക്ഷണവും കഴിക്കാനും അതിൽ നിന്ന് അവർക്ക് ഉപജീവനത്തിനുള്ള വക അല്ലെങ്കിൽ അനുവാദമുണ്ട്. പക്ഷേ അപ്പോസ്തലൻ പറയും ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം നമുക്ക് അപ്പോസ്തലൻ്റെ മാതൃക നല്ല മാതൃക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് ദൈവത്തിൻ്റെ നിർബന്ധം എൻ്റെ മേൽ വന്നിട്ട് എനിക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്ത് പോകുമ്പം ഞാൻ എൻ്റെ പണമെടുത്ത് പെട്രോൾ അടിച്ച് വണ്ടിക്കൂലി ചിലവാക്കി പോകുന്നതല്ലേ നല്ലത്.
അല്ലാതെ അതിൽ നിന്ന് നമ്മൾ ആരോട് സുവിശേഷം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവരുടെ 50 രൂപ 100 രൂപ വാങ്ങിച്ചിട്ട് പെട്രോൾ അടിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് സമയം തന്നാലേ പോകൂ എന്ന് പറയുന്ന ഭാഗത്തിനേക്കാളും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കി പോകാൻ കഴിയുമെങ്കിൽ അതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ്. അനുവാദമുണ്ട്, ശരി തന്നെ, എങ്കിലും ഏറ്റവും നല്ലത് പൗലോസ് അപ്പോസ്തലൻ്റെ മാതൃകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് താഴോട്ട് ഇതൊക്കെ ഉണ്ട്, എനിക്ക് അധികാരമുണ്ട്. സുവിശേഷ ഘോഷണം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസന്മാരാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കുക. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ദൈവത്തിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലെങ്കിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അപ്പോൾ അവർ ഇപ്പോൾ മറ്റ് ജാതിയിൽ നിന്നുള്ള ആൾ വരുമ്പോൾ ഞാൻ യഹൂദനാണെന്ന് ബലം പിടിച്ച് നിൽക്കത്തില്ല. അവരിൽ ആ ജാതിയിൽ ഒരാളിനെ പോലെ ആവും. ഇപ്പോൾ ഏതെങ്കിലും ബലഹീനനായ ഒരാളാണ്, അയാൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ അവർ വീണു പോകുന്നവരാണ്. എനിക്കും ഇങ്ങനെ ആയിരുന്നു, ഞാൻ മുമ്പ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇന്ന ബലഹീനത ഉണ്ടായിരുന്നു, ആ ബലഹീനനെ പോലെ ആയി തീർന്നുകൊണ്ട് അവരെ നേടാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതും ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഫ്റ്റ് കോഴ്സ് പഠിപ്പിക്കുന്നവരൊക്കെ പല ക്വാളിറ്റികളും മനുഷ്യർക്ക് ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു 50-100 പേരിരിക്കുന്നവരുടെയൊക്കെയും ജീവിതമൊന്നും ഈ പ്രസംഗിക്കുന്ന ആൾക്കറിയില്ല. അപ്പോൾ അയാൾ ഇപ്പോൾ ഒരു ധൈര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഭാകമ്പം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം പേടിക്കുന്ന കാര്യം, അപ്പോൾ അത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ അത് കാണും, അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും കാണും. അപ്പോൾ അവരോട് അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും പ്രസംഗിക്കണമെന്ന് പറയുകയും ധൈര്യത്തോടെ വരണമെന്നൊക്കെ പറയുമ്പം അത് ഇയാൾക്ക് പറ്റും, എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഞാനും മുമ്പ് പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള കാര്യം പറയും. പേടിച്ചിട്ട് ഞാൻ മുള്ളിപ്പോയി, അതായത് മൂത്രമൊഴിച്ചു പോയി എന്നൊക്കെ വേണേലും അവർ ബലഹീനമായ ഏറ്റവും താഴ്ത്തി പറയും. അപ്പോൾ കേൾക്കുന്നവരും ഇദ്ദേഹത്തിനും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അത്രയൊന്നും അനുഭവം ഇല്ലെങ്കിൽ എനിക്ക് സാധിക്കുമായിരിക്കും, ഞാൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരെയും നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിധി പ്രാപിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒളിമ്പിക്സിലായാലും ഏഷ്യാഡിലായാലും ഒരു 150 പേര് ഓടുമ്പോൾ അവരിൽ ഒന്നാമതെത്തുന്നത് ഒരുവൻ മാത്രമായിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ അതാണ് ഇവിടെ പറഞ്ഞത്, അങ്ങനെ ഒരുവൻ മാത്രമായിരിക്കും വിരുദ് പ്രാപിക്കുന്നവർ. അപ്പം പക്ഷെ നമുക്കൊരു മെച്ചമുള്ളത്, നമുക്ക് വിരുദ് പ്രാപിക്കാൻ 1000 പേരോ 1,00,000 പേരോ ഓടുന്നുണ്ടെങ്കിൽ ഈ 1,00,000 പേർക്കും വിരുദ് പ്രാപിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒന്നാമതെത്തുന്നവൻ മാത്രമല്ല വിജയിക്കുന്നത്, ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന എല്ലാവരും വിജയിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഓട്ട മത്സരമാണ് നമ്മുടേത്. ഇപ്പോൾ ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ട്, അവിടെ ചരട് പിടിച്ചിട്ടുണ്ട്, ആ ചരടിൽ എത്തിയാൽ മതി. അത് ചിലപ്പം 5 വർഷം കൊണ്ട് എത്തിയാൽ മതി, പതുക്കെ എത്തിയാൽ മതി, ആദ്യം എത്തണമെന്നില്ല, അവസാനം എത്തിയാലും ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഒരേ സമ്മാനമുണ്ട്. ഇതാണ് ഈ സുവിശേഷം സംബന്ധിച്ചുള്ള ഓട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഈ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഈ ഒരു വ്യവസ്ഥയും ഈ ഒരു സമ്മാനവുമുള്ളൂ, ഇങ്ങനൊരു മത്സര പ്രക്രിയയുള്ളൂ. ഇവിടെ ഓടി എത്തുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരേ സ്പീഡല്ലല്ലോ, പലരും ഓടി എത്തും, ചിലർ ഓടി അണഞ്ഞിട്ട് ഇഴഞ്ഞു വരും, ചിലർ വളരെ സ്ലോ ആയിരിക്കും, അവർക്ക് വേറെ എന്തെങ്കിലും ബലഹീനതകളും പ്രശ്നങ്ങളും കാണും. ഇപ്പോൾ ഓട്ടത്തിൽ തന്നെ ഉള്ളവർക്ക് കാല് കഴിക്കുന്നവരുണ്ടാവും, നെഞ്ചിടിപ്പ് കൂടുതലുണ്ടാവരും, ശ്വാസം കിട്ടാത്തവരുണ്ടാവും. പക്ഷേ അവർ ഇച്ചിരി റെസ്റ്റ് എടുത്ത് പതുക്കെ നടന്നു വന്നാലും
ഇവിടെ സമ്മാനമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വ്യവസ്ഥയുടെ ഏറ്റവും ലളിതമായ സംഗതി ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും എത്തണം, എല്ലാവരും ഓടി എത്തണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരാൾക്ക് വേണ്ടിയും നീ പതുക്കെ വന്നതല്ലേ, നീ വെളി നിൽക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഇല്ല. ഓടിയോ നടന്നോ ഒക്കെ ഫിനിഷിംഗ് പോയിൻ്റ് എത്താനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്ന ഈ ഒരു മാതൃക, ഈ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരപ്പെട്ട ഈ സത്യം, ഇത് നമുക്കെല്ലാവർക്കും ആ ഫിനിഷിംഗ് പോയിന്റിൽ ഓടിയോ നടന്നോ എങ്കിലും എത്തുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമം നമുക്ക് ഓരോരുത്തരും നടത്തിയാൽ ദൈവം വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പുസ്തകം ഒക്കെയും വായിക്കുകയും പഠിക്കുകയും ആ സത്യത്തിലേക്ക് നോക്കുകയും ആ സത്യം നമ്മൾ മനസ്സിലാക്കുകയും ആ സത്യപ്രകാരം തന്നെ ജീവിച്ച് മുന്നോട്ട് പോയി ഇത് പ്രാപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ലോകത്തൊരു പുസ്തകത്തിലും ഒരു ഉപദേശത്തിലുമുള്ള കാര്യങ്ങളല്ല ഈ ബൈബിളിൻ്റെ ഉപദേശങ്ങൾ. ബൈബിളിൽ എന്താണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒരു പുസ്തകത്തിലും ലോകത്ത് ഒരിടത്തുമില്ല. കാരണം ഇത് ദൈവമാണ് ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഇത് നമുക്ക് ഈ വാഗ്ദത്തം നമുക്ക് തരണം എന്നുള്ളതാണ്, തരാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. മത്സരം ചെയ്യുന്നവരൊക്കെ ഇപ്പം ഒരു സ്ഥാപനം, ഒരു വലിയ കമ്പനി, ആ കമ്പനി ഒരു സമയത്ത് 20-ാം തീയതി വരെ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് ഇത്ര ഇതിൽ വരുന്നവർക്ക് എല്ലാവർക്കും സ്വർണ്ണ നാണയം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പേർക്ക് സ്വർണ്ണ നാണയം കൊടുക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും കമ്പനി നോക്കും. മത്സരത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള സ്ട്രാറ്റജിയും അതിനുള്ള പ്രചരണങ്ങളും അതിനുള്ള മോഹവും ഒക്കെ കൊടുക്കും. പക്ഷേ ഈ മത്സരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പേരും പങ്കെടുത്താലും എത്രത്തോളം പേർക്ക് കുറച്ച് അത് ആ സമ്മാനം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും കമ്പനികളുടെ ചിന്ത. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും അത് പ്രാപിക്കണം. ഞാൻ മനുഷ്യർക്ക് കൊടുത്ത വാഗ്ദത്തം, പ്രോമിസ് എല്ലാവരും പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇതാണ് മനുഷ്യനും ദൈവം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇത് ഹോളി എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടത്, വേറെ ഇടത്തും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം. ആ ഒരു ബോധ്യത്തോടെ അറിവോടും കൂടി വേണം നമ്മൾ ബൈബിൾ തുറന്നു വെച്ച് പരിശോധിക്കാൻ. ഇതൊന്നും മറ്റൊരിടത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു നല്ല വീട് വയ്ക്കാൻ, മക്കളുടെ വിദേശ പഠനത്തിനോ അവരുടെ ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുവാനോ ഒരു തൊഴിൽ ലഭിക്കുവാനോ ഒന്നും ബൈബിൾ എടുക്കേണ്ട കാര്യമില്ല. അത് ബൈബിൾ എടുക്കാത്തവർക്കും മറ്റ് വിശ്വാസത്തിലുള്ളവർക്കും ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവനും ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ബൈബിൾ എടുക്കുന്നത് ഒരിക്കലും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിലുപരിയായി ഇതൊക്കെ അവിടെ ഉണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നു, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അലയ്ക്കുകയും നിലവിളിക്കുകയും വേണ്ടല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. അപ്പം മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷണം മാത്രം മതിയോ? നമ്മൾ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്, ആ വാക്യത്തിലുള്ള ദൈവം വെച്ചിരിക്കുന്ന വാക്യത്തിലുള്ള ആ വിശ്വാസം നിമിത്തമാണ് അങ്ങനെ കുതന്ത്രങ്ങളായ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അതിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ചെയ്യുക. അത് നമുക്ക് ലഭിക്കുമോ? ആ ജോലി ചെയ്തായിരിക്കും ലഭിക്കുമോ? ഈ ജോലി ചെയ്താലും ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിസൾട്ട് തരുന്നവൻ ദൈവമാണ്. ഒരു വിത്ത് നമുക്ക് കുഴിച്ചിടാനും ഇച്ചിരി വെള്ളം ഒഴിക്കാനും വളമിടാനും അല്ലേ വെക്കൂ. നാളെ ഇത് കിളുത്തു വരുമെന്ന് എന്താണ് ഉറപ്പ്? അത് പക്ഷേ ദൈവം ചെയ്താലേ വെക്കുള്ളൂ എന്നുള്ളത് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ദൈവം ബാക്കി ചെയ്യും. അപ്പം ഇവിടെ എല്ലാവർക്കും അത് പ്രാപിക്കാനുള്ള അവസരം ദൈവം തരുന്നുണ്ട്. അത് ഈ കേൾക്കുന്നവരും ഞാനും ഉൾപ്പെടെ എല്ലാവർക്കും അത് പ്രാപിക്കുവാൻ ദൈവം ഇടയാകട്ടെ. നന്ദി. ഒരു ദിവസം കൂടെ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിനും ഈ സമയം നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.